ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിസ് ബേസിക് സയൻസ് മിഡ്ടേക്ക് എക്സാം കുറച്ച് 3 ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 10-20 ആക്ടിവിറ്റീസ് ഉള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രോട്ടീൻ ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി കോസസ് ഡിസീസസ് ലൈക്ക് കോഷിയോക്കർ ആൻഡ് മലാസ്മസ്. ബാലൻസ്ഡ് ഡയറ്റ് ഹെൽപ്സ് പ്രിവെൻറ്റ് ദീസ് ഡിസീസസ്. ഇപ്പോൾ നമ്മൾ പഠിച്ചു വെക്കുക, പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന 2 അസുഖങ്ങളാണ് കോഷിയോക്കറും മലാസ്മസും. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് പ്രോട്ടീൻ ഇൻ അവർ ബോഡി. എന്താണ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലുള്ള ഫംഗ്ഷൻ? അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം 1 ഡിസീസസ് കോസ്ഡ് ബൈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം 1 പൾസ് റിച്ച് ഇൻ പ്രോട്ടീൻ. പ്രോട്ടീൻ കൂടുതലുള്ള ഒരു പൾസസ്, കുറേ പൾസസ് ഉണ്ട്, അതിൽ പ്രോട്ടീൻ കൂടുതലുള്ള പൾസസ് എഴുതാൻ. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ്റെ ഫങ്ഷന് നമുക്ക് അറിയാം. പ്രോട്ടീൻ ഹെൽപ്സ് ഇൻ ബോഡി ഗ്രോത്ത്. നമ്മുടെ ശരീരം വളരാനുള്ള സഹായിക്കുന്ന ഒരു ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയും. പ്രോട്ടീൻസ് ഹെൽപ്സ് ഇൻ ബോഡി ഗ്രോത്ത്. പിന്നെ ചെയ്യുന്നത് ടിഷ്യൂ റിപ്പയർ ആൻഡ് മസിൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, പ്രോട്ടീൻ ഹെൽപ്സ് ഇൻ ബോഡി ഗ്രോത്ത്, ടിഷ്യൂ റിപ്പയർ ആൻഡ് മസിൽ ഡെവലപ്മെൻറ്റ്. പിന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖം 2 നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം മസ്റ്റായിട്ട്: കോഷിയോക്കറും മലാസ്മസ്. പിന്നെ ഗ്രീൻ ഗ്രാം ആണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പൾസ്. 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയല്ലോ. നെയിം 1 പൾസ് റിച്ച് ഇൻ പ്രോട്ടീൻ, ദാറ്റ് ഈസ് ഗ്രീൻ ഗ്രാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈറ്റമിൻ എ. വൈറ്റമിൻസിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കോസസ് നൈറ്റ് ബ്ലൈൻഡ്നസ്. വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കോസസ് കർവി. ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. കംപ്ലീറ്റ് ദ ടേബിൾ ഷോയിങ് ദ ഡെഫിഷ്യൻസി ഡിസീസസ് ഓഫ് വൈറ്റമിൻ എ ആൻഡ് സി ആൻഡ് ദ ഫുഡ് സോഴ്സസ് ടു പ്രിവെൻറ്റ് ദം. വിച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി കോസസ് കർവി? നെയിം 1 ഫുഡ് റിച്ച് ഇൻ വൈറ്റമിൻ എ. അതായത് വൈറ്റമിൻ ഡെഫിഷ്യൻസി, സ്കർവി ഉണ്ടാകുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമാണ്. അത് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ്. അതേപോലെ വൈറ്റമിൻ എ ധാരാളമുള്ള ഒരു ഫുഡിൻ്റെ പേരെഴുതുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വൈറ്റമിൻ എ ഒരു ടേബിളാണ്. അപ്പോൾ വൈറ്റമിൻ എയുടെ നൈറ്റ് ബ്ലൈൻഡ്നസ് ആണ്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്താണ്? വൈറ്റമിൻ എൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് നൈറ്റ് ബ്ലൈൻഡ്നസ്. അത് ഒഴിവാക്കാൻ നമ്മൾ കഴിക്കേണ്ട ഫുഡ് ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ ക്യാരറ്റോ ഫിഷോ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചാൽ അതിൽ വൈറ്റമിൻ എ ഉണ്ട്. അതുമൂലം നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നസ് തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഒഴിവാക്കാം. നെക്സ്റ്റ്, വൈറ്റമിൻ സി ആണ് സ്കർവി എന്ന രോഗത്തിന്